ഹലോ, പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഒരു ട്രിങ്കറ്റ് ഡിഷിൻ്റെ ഒരു വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു ട്രിങ്കറ്റ് ഡിഷാട്ടോ മനസ്സിലുള്ളത്. പക്ഷേ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ഈ ഒരു വൈബൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതുപോലെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ചപ്പാത്തി പരത്തണ പോലെ നന്നായി പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്യണം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ഒരു ഐറ്റം ഉണങ്ങാൻ വേണ്ടി വെക്കണം. 24 മണിക്കൂറാണ് ഇത് ഉണങ്ങാനുള്ള ടൈം. പക്ഷേ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തോട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് വൈറ്റ് പെയിൻ്റ് ആട്ടോ ആദ്യം ബേസ് കോട്ടാക്കി അടിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു മഷ്റൂമും കൂടി ഉണ്ടാക്കി കേട്ടോ. ഒരു ക്യൂട്ട്നെസ്സൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി വൈറ്റ് പെയിൻറ്റിന് ശേഷം ഞാൻ ഗ്രീൻ പെയിൻ്റ് ആട്ടോ എടുക്കുന്നത്. ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു പെയിൻറ്റ് മാറ്റിയിട്ട് വേറൊരു പെയിൻ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കി വെച്ച് ഈ ഒരു മഷ്റൂമിനെ കൂടി സുന്ദരക്കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിപാടി കഴിയും കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ അടിഭാഗത്ത് സ്കിൻ കളറും അതിൻ്റെ മോൾ ഭാഗത്ത് റെഡ് കളർ കേട്ടോ കൊടുത്തേ. ഇനി ബഡ്സ് ഉപയോഗിച്ച് ഇതുപോലെ വൈറ്റ് ഡോട്ടും കൂടി എടുത്തു കൊടുത്താൽ നമ്മളെ ഈ ഒരു ട്രിങ്കറ്റ് ഡിഷ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടോ. അങ്ങനെ ഇതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ് ബൈ ബൈ സീ യു. ഈ ഒരു ട്രിങ്കറ്റ് ഡിഷ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.